ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. ചൊവ്വാഴ്ചത്തേക്കാണ് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നത്. തങ്ങൾക്കായി പ്രത്യേക ഒരു പരിഗണനയും ഇല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നു. സാധാരണഗതിയിൽ പ്രോസിക്യൂഷന്റെ മറുപടി തേടും. അതിന് ശേഷമായിരിക്കും ജാമ്യം നൽകേണ്ടതുണ്ടോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് കോടതി എത്തുക. അതുപോലെ തന്നെ ഇതിലും ചെയ്യാമെന്നാണ് കോടതി പറയുന്നത്. അതായത് പ്രത്യേക പരിഗണന ഒന്നും തന്നെ ബോബി ചെമ്മണ്ണൂരിന് നൽകുന്നില്ല. സാധാരണഗതിയിൽ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഒക്കെ മറുപടി തേടിയ ശേഷം അത്തരത്തിൽ ജാമ്യം നൽകേണ്ടതുണ്ടോ എന്ന തീരുമാനത്തിലേക്ക് എത്തും. ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാനാണ് മാറ്റിയിരിക്കുന്നത് നിലവിൽ കോടതി. MK ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ടോ? ഷുക്കൂർ, വിശദാംശങ്ങളിലേക്ക് കടക്കാം. സ്നേഹ, ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഈ കേസ് പരിഗണിച്ചത്. താങ്കൾക്കായി പ്രത്യേകമായി ഒരു പരിഗണനയും ഇല്ല എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ കേസിൻ്റെ വാദത്തിനിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ്റെ മറുപടി തേടുന്നതാണ് ഒരു രീതി. അതുപോലെ ഈ കേസിലും ചെയ്യാമെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് കേസ് ഈ ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാനായി കോടതി മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ എന്താണ് അടിയന്തരമായി ഹർജി പരിഗണിക്കാൻ ഉള്ള കാരണമെന്ന് കോടതി ചോദിച്ചു. എന്നാൽ അതിൽ നിന്ന് വ്യക്തമായ മറുപടി ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകന് നൽകാൻ കഴിഞ്ഞില്ല. തിങ്കളാഴ്ച പരിഗണിക്കാമോ എന്ന് പ്രതിഭാഗം അഭ്യർത്ഥിച്ചു. എന്നാൽ ചൊവ്വാഴ്ച തന്നെ കേൾക്കാമെന്ന ഒരു നിലപാടിലാണ് കോടതി ഉറച്ചു നിന്നത്. കുറ്റകൃത്യം നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. എന്നാൽ അതൊന്നും കോടതി തൽക്കാലം മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല. നേരത്തെ ഈ ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ അതിനകത്ത് പ്രധാനമായി ബോബി ചെമ്മണ്ണൂർ വാദിച്ചത് ഇപ്രകാരമെല്ലാമാണ്. അതായത് ജാമ്യം കെട്ടിച്ചമച്ച ഹണി റോസ് കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ ഒരു കേസാണിത്. പരാതിക്കാധാരമായ സംഭവത്തിൽ ദൃശ്യങ്ങൾ നടി തന്നെ ആധാരമായ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ നടി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ്. പരിപാടിയിൽ പങ്കെടുത്ത നടി തന്നെ പുകഴ്ത്തിയാണ് സംസാരിച്ചത്. പരാതിയിൽ പറയുന്നതിന് വിപരീതമായാണ് ചടങ്ങിൽ കാര്യങ്ങൾ നടന്നത് തുടങ്ങി 24 മണിക്കൂറിലധികം തന്നെ കസ്റ്റഡിയിൽ വെച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞാണ് ഈ ഹർജി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ അക്കാര്യത്തിൽ ബോബിയെ പ്രഥമ ദൃഷ്ട്യാ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന ഒരു സമീപനം തന്നെയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.